നമ്മുടെ നാട്ടില് പണ്ട് പിള്ളേരെ പിടുത്തക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കുട്ടികൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ചാക്കിലാക്കാൻ നമ്മുടെ MP തരൂർ സാർ പണ്ട് പിള്ളേരെ ഫുട്ബോൾ കളിപ്പിച്ച് പറവറുത്തുമെന്ന് പറഞ്ഞത്. ബാഴ്സ ഇന്നോവേഷൻ സെന്റർ മാതിരി കോച്ചിങ് ക്യാമ്പ് വരും എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു നമ്മുടെ ഈ ശശി തരൂർ സാർ. ഞങ്ങള് ഈ കടലോര പ്രദേശത്തെ പിള്ളേര് കളിക്കണ ചെറിയ ഗ്രൗണ്ടിൽ പോയി ഒന്ന് നോക്കി. കടല് കയറി കരയിടിഞ്ഞ് ഇപ്പോ ഇട്ടാവട്ടം പോലെ ചെറിയ ഇടത്ത് കളി തഥകൃതി. പക്ഷേ തരൂർ സാർ പറഞ്ഞ ഈ ബാഴ്സ ഇന്നോവേഷൻ ഹബ് ഒന്നും അവിടെ ഇല്ലേ ഇല്ല. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. 15 വർഷമായിട്ടുണ്ടല്ലോ ഏത് ഈ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കണ കളി. പണ്ട് ഇതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ സാറ് കൈമലർത്തും. ദാ ഇതുപോലെ. സാറിനെ തന്നെ ഓർമ്മയുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ സംശയം വരാറുണ്ട്. ഞാൻ ആരാണെന്ന് താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്തായാലും കളിയില് പിള്ളേരെ പറ്റിച്ചു. ഇതിനിടയിൽ 3 വട്ടം എലക്ഷൻ ജയിച്ച് ഗോൾ അടിച്ച സാറിനെ ഇപ്രാവശ്യം ജനം ക്രോസ് ചെയ്യും. ആണിനെയും പെണ്ണിനെയും മാത്രമല്ല കൊച്ചുകുട്ടികളെ പോലും ഇങ്ങനെ പ്രതീക്ഷ കൊടുത്ത് പറ്റിച്ച സാറ് ഇത്തവണ ജനത്തെ വെട്ടിച്ച് ഗോൾ അടിക്കാൻ നോക്കണ്ട. പെട്ടെന്ന് റെഡിയായിക്കോ. പിന്നെ തല്ലും എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഏപ്രിൽ 26-ന് വണ്ടി റെഡിയാകുമ്പോൾ സമയത്തിന് വന്ന് കേറിക്കോണം. സാറ് പതിവ് പോലെ താമസിച്ചു വന്ന വണ്ടിക്ക് കിടന്ന് ഓടേണ്ടി വരും. ജനം പിറകെ ഉണ്ട്. ബോൾ തട്ടി എടുക്കാനല്ല, താങ്കളെ ഓടിച്ചു വിടാൻ.